ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ തീർത്ഥാടക സംഘം വ്യാഴാഴ്ച രാത്രി ജിദ്ദ വഴി മക്കയിലെത്തി. ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ തീർത്ഥാടക സംഘത്തിന് ജിദ്ദ കോൺസൽ ജനറലിന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം ജിദ്ദ വഴി മക്കയിലെത്തി. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് ടെർമിനലിൽ ഇറങ്ങിയ 430 അംഗ തീർത്ഥാടക സംഘത്തെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയുടെ നേതൃത്വത്തിൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും മലയാളി സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. ബുദ്ധിമുട്ടും കൂടാതെ ഹാജിമാർക്ക് വളരെയധികം സൗകര്യം ചെയ്ത ഇവിടുത്തെ സൗദി ഗവൺമെന്റ്, അതുപോലെ തന്നെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തിയാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണം പറഞ്ഞറിയിക്കാൻ പറ്റൂല. മാഷാ അല്ലാഹ്, നല്ല സന്തോഷത്തോടു കൂടി എവിടെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ജിദ്ദയിൽ നിന്ന് ഹജ്ജ് സർവീസ് കമ്പനികൾ ഒരുക്കിയ പ്രത്യേക ബസ്സുകളിൽ രാത്രി മക്കയിലെത്തിയ തീർത്ഥാടകർക്ക് അസീസയിലാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. KMCC, OICC, നവോദയ, ICF, വിഖായ, തനിമ തുടങ്ങിയ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകർ ജിദ്ദയിലും മക്കയിലും തീർത്ഥാടകർക്ക് ഉപഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. ജിദ്ദ KMCC വനിതാ വിങ് ഫസ്റ്റ് ഹാജി ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയത് മുതൽ ഇൻഷാ അല്ലാഹ് അവസാനത്തെ ഹാജി ജിദ്ദ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് വരെ എല്ലാവിധ സഹായ സഹകരണങ്ങളുമായിട്ട് അവരെ കൂടെ ഉണ്ടാവും. ഇതുവരെ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ മദീന വഴിയാണ് എത്തിയിരുന്നത്. കേരളത്തിൽ നിന്നുള്ള സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ ഈ മാസം 18 മുതൽ ജിദ്ദ വഴി എത്തിത്തുടങ്ങിയെങ്കിലും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ വിമാനമാണ് വ്യാഴാഴ്ച ജിദ്ദയിൽ ഇറങ്ങിയത്. ഇനി വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ജിദ്ദ വഴി എത്തും. ജിദ്ദ വഴി ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർ ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷമാണ് മദീന സന്ദർശിക്കുക. ഈ വർഷം ഇന്ത്യയിൽ നിന്ന് 1,75,026 പേരാണ് ഹജ്ജിനെത്തുന്നത്. അതിൽ കേരളത്തിൽ നിന്ന് 13,194 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി എത്തുന്നത്. ഹജ്ജ് തീർത്ഥാടകരുടെ വരവ് തുടരുകയാണ്. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്. ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും. സെലിബ്രേറ്റിംഗ് 40 years of trust and legacy. സോന ഗോൾഡൻ ഡയമണ്ട്സ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ.